നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർ ഒരിക്കലും ബ്രസീലിയൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വേൾഡ് കപ്പ് തൊടില്ല. ഓ, വല്ലാത്ത വാക്കുകളാണ്. എൻസോ ഫെർണാണ്ടസ് ആണിത് പറയുന്നത്. സംഭവം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് കളി, ആ ഘട്ടത്തിൽ ഓട്ടാമെൻഡി തൻ്റെ ഷർട്ടൊക്കെ പൊക്കി വിനി ജൂനിയർക്ക് വേൾഡ് കപ്പിൻ്റെയും ഫാൻലിസിമയുടെയും ഒക്കെ ടാറ്റു കാണിച്ചു കൊടുത്തല്ലോ. അതിനെക്കുറിച്ചാണിപ്പോൾ എൻസോ ഫെർണാണ്ടസ് പറയുന്നത്. എൻസോ പറയുന്നു, എപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിഞ്ഞാലും വളരെ അഭിമാനത്തോടുകൂടി അവിടെ നേടിയ കിരീടങ്ങളെക്കുറിച്ച് പറയുന്നയാളാണ് വിനി ജൂനിയർ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അർജൻറ്റീനക്കാരനെ കണ്ടാൽ അങ്ങനെ പറയുന്നൊരു പരിപാടി വിനി ജൂനിയർക്കുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവസാനിക്കുന്നു, മാഡ്രിഡിൻ്റെ ട്രോഫീസിൽ കാര്യങ്ങൾ അവസാനിക്കുന്നു. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വേൾഡ് കപ്പോ, ആ കിരീടം ഒരിക്കലും ബ്രസീലിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവൻ തൊടില്ല. ഓട്ടമെൻഡി അതാണ് അവൻ ഓർമ്മപ്പെടുത്തിയത് എന്നാണിപ്പോൾ എൻസോ ഫെർണാണ്ടസ് വിനീഷ്യസ് ജൂനിയറെ കുറിച്ച് പറയുന്നത്. അത് വല്ലാത്ത സംസാരമാണ്. 2026 വേൾഡ് കപ്പും 2030 വേൾഡ് കപ്പും ഒക്കെ വിനി കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊന്നും വിനി നേടില്ല എന്നിപ്പോഴേ പ്രവചിക്കണമെങ്കിൽ എൻസോക്ക് എന്തോ ദിവ്യദൃഷ്ടിയുണ്ട് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലിയോ മെസ്സി എത്ര വേൾഡ് കപ്പുകൾ കളിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ ആ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് എത്തിയത്. ഒരു ഘട്ടത്തിൽ 2016 അദ്ദേഹം വേൾഡ് കപ്പ് 14 തോറ്റു, 15ഉം 16ഉം കോപ്പ അമേരിക്ക തോറ്റപ്പോൾ വിരമിച്ച ആളാണ്. പിന്നെ തിരിച്ചു വന്നു. 2018 അർജൻറ്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ കമൻട്രി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇംഗ്ലീഷ് കമൻറ്റേറ്റർ, നമ്മളത് പലവട്ടം ചർച്ച ചെയ്തതല്ലേ. ഇത് ലിയോ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണ്, വേൾഡ് കപ്പില്ലാതെ അദ്ദേഹം വിരമിക്കാൻ പോകുന്നു എന്നൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? 2022 അതൊക്കെ മാറ്റിമറിച്ച് ലിയോ മെസ്സി കിരീടം ചൂടിയില്ലേ. അപ്പോൾ ആരെയും അങ്ങനെ അങ്ങ് കൊച്ചാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലടോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.